Good morning. In this class we are going to study about artificial variable technique. In our previous class we studied about different techniques to solve LPP like graphic method, simplex method, etc. Today we are going to study the new methods to solve LPP, that is artificial variable techniques. Before we start our artificial variable technique, it's important to study what is artificial variable. We know artificial means it is the variable that is actually only for using to solve the problem. Okay, this is not the actual variable. It is an artificial variable. Okay, that means it is a fictitious variable. Fictitious means ആർട്ടിഫിഷ്യലി അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഒരു സാങ്കല്പികമായിട്ടുള്ളൊരു വേരിയബിളാണ്. ആക്ച്വലി ഇത് നമ്മൾ ആ ഒരു LPPയിൽ ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇതിന് ഒരിക്കലും നമ്മൾ ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്ന റിസൾട്ടിൽ എന്തുണ്ടാവില്ല, ഈ ആർട്ടിഫിഷ്യൽ വേരിയബിൾ വരുന്നില്ല. ഒപ്റ്റിമൽ സൊല്യൂഷൻ ഉണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ റിസൾട്ടിൽ ആർട്ടിഫിഷ്യൽ വേരിയബിൾ വരില്ല. ഓക്കെ, അപ്പോൾ അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വേരിയബിളാണ് ഈ ആർട്ടിഫിഷ്യൽ വേരിയബിൾ. അതായത് അതിനൊരു ഫിസിക്കലി വരുന്നില്ല, ദർ ഇസ് നോ മീനിങ്. Okay, so artificial variable refers to the kind of variable which is introduced in the linear program model to obtain initial basic feasible solution. Then why we use this artificial variable into this our LPP? So the main purpose is to obtain initial basic feasible solution. Okay, അതായത് നമുക്ക് ഒരു ഇക്വേഷൻസ് ഇപ്പോൾ നമ്മൾ ഫീസിബിൾ സൊല്യൂഷൻ എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം. ഫോർ എക്സാമ്പിൾ ഞാനൊരു എക്സാമ്പിൾ തരാം. മാക്സിമൈസേഷൻ ഫങ്ഷനാണ്. മാക്സിമൈസേഷൻ z is equal to x1 minus x2 plus 3x3. Okay, so what are the variables here? x1, x2, x3. Then subjected to constraint, we are getting some constraints. x1 plus x2 plus x2 greater than or equal to 20. Okay, and x1 plus x3 equal to 5. x1 plus x3 greater than x2 plus x3 greater than or equal to 10. Okay, these are our constraints, and x1, x2, x3 greater than or equal to 0. അപ്പോൾ ഈ ഒരു കേസിൽ നമ്മൾ നോക്കുക, മെയിൻലി ദിസ് ആർട്ടിഫിഷ്യൽ വേരിയബിൾസ് ആർ യൂസ്ഡ് ഇൻ കേസ് ഓഫ് ഇനിക്വാലിറ്റി കൺസ്ട്രെയിൻസ്. ദാറ്റ് മീൻസ് ഓൺലി ഗ്രേറ്റർ ദാൻ ഇനിക്വാലിറ്റി ഈക്വൽ. നമ്മൾ ഈ ലെസ് ദാൻ എടുക്കുമ്പോൾ നമ്മൾ ലെസ് ദാൻ കൺസ്ട്രെയിൻസിൻ്റെ കേസിൽ നമ്മൾ ആർട്ടിഫിഷ്യൽ വേരിയബിൾസ് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഓൺലി ഇൻ കേസ് ഓഫ് ഗ്രേറ്റർ ദാൻ അല്ലെങ്കിൽ ഈക്വൽ എന്ന് വരുന്ന സിറ്റുവേഷൻ മാത്രമാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ വേരിയബിൾ കൺസിഡർ ചെയ്യുന്നത്. അതായത് നമ്മുടെ ഫസ്റ്റ് കൺസ്ട്രെയിൻസ് x1 പ്ലസ് x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 20. ഓക്കെ, ഈ ഒരു കേസിൽ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, x1 പ്ലസ് x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു വരുമ്പോൾ പ്ലസ് s1 ഈക്വൽ ടു 20, ഇത്രയും ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഈ ഫസ്റ്റ് ഓക്കെ ആയി. കാരണം നമ്മൾ ആർട്ടിഫിഷ്യൽ വേരിയബിൾസ് നമ്മൾ എന്തില്ല, ഇറ്റ് ഈസ് നോട്ട് യൂസ്ഡ് ഇൻ കേസ് ഓഫ് ലെസ് ദാൻ നമ്മൾ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇൻ കേസ് ഇനിയിപ്പോൾ നമ്മൾ x1 പ്ലസ് x2 ഈക്വൽ ടു 5, x3 ഈക്വൽ ടു 5. ഓക്കെ, ഈ x1 പ്ലസ് x3 ഈക്വൽ ടു 5 എന്ന് വെച്ചാൽ ഈ സെക്കൻഡ് കൺസ്ട്രെയിൻസ് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ സെക്കൻഡ് കൺസ്ട്രെയിൻസ് നമ്മൾ ഇൻ കേസ് ഓഫ് സിംപ്ലക്സ് മെത്തേഡ് നമുക്ക് ഈക്വൽ ടു ആണെങ്കിൽ എന്തായിരിക്കും, ദർ ഇസ് നോ ചേഞ്ച്, ഇല്ല, ഒരു ചേഞ്ചും വരുത്തേണ്ട ആവശ്യമില്ല. നമ്മൾ സിംപ്ലക്സ് മെത്തേഡ് ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ സ്റ്റാൻഡേർഡ് ഫോമിലായിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് നമ്മുടെ LPPയിൽ. ഈ ഒരു ആർട്ടിഫിഷ്യൽ മെത്തേഡിലും നമ്മൾ സ്റ്റാൻഡേർഡ് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യുക തന്നെ ചെയ്യേണ്ടത്. അതായത് ഈക്വൽ ടുയിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നുള്ള ഒരു സിറ്റുവേഷനിൽ നമ്മൾ ദർ ഇസ് നോ മീനിങ് ഇൻ ആർട്ടിഫിഷ്യൽ
ആർട്ടിഫിഷ്യൽ വേരിയബിൾ ഇൻ കേസ് ഓഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. ബട്ട് നമുക്കറിയാം സിംപ്ലക്സ് മെത്തേഡിൽ ഈക്വൽ ടു എന്നുള്ള കൺസ്ട്രെയിൻസ് വരികയാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും അവരൊരു ചേഞ്ച് സ്ലാക്ക് വേരിയബിൾസ് ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഫോർ എക്സാമ്പിൾ x1 + x2 = 5 ഇല്ലേ? ഈ ഒരു സിറ്റുവേഷൻ x1 x2 = 5 എന്നില്ല ഈ ഒരു സിറ്റുവേഷന് വരികയാണെങ്കിൽ നമ്മൾ സിംപ്ലക്സ് മെത്തേഡിൽ എന്തെങ്കിലും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, വേണ്ട. കാരണം നമുക്ക് ഈക്വൽ ടു ഉണ്ട്. പക്ഷേ ഇൻ കേസ് നമ്മൾ ഈ ഒരു ഇതിൽ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ആർട്ടിഫിഷ്യൽ വേരിയബിൾസ് ഈക്വൽ ടുവിലും നമ്മൾ എന്ത് ചെയ്യണം, ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അതായത് ഇങ്ങനെ വരും x1 + x2 + a1 എന്നുള്ളതും കൂടി നമ്മളൊരു ആർട്ടിഫിഷ്യൽ വേരിയബിൾ നമ്മൾ ഇതിൻ്റെ ഇടയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ഈ പ്രോബ്ലംസ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. x1 + x3 x3 ആണ് ഇവിടെ, x3 + a1 = 20. ഇങ്ങനെ നമ്മളുണ്ട് ഈക്വൽ ടുയുടെ കൂടെ നമ്മൾ ആർട്ടിഫിഷ്യൽ യൂസ് ചെയ്യും. ഇനി നെക്സ്റ്റ് പറയുകയാണെങ്കിൽ നമ്മളെ തേർഡ് സിറ്റുവേഷൻ നമ്മൾ നോക്കുക. തേർഡ് കൺസ്ട്രെയിൻസ് എന്ത് ചെയ്യുന്നു, x2 + x3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -10. നമ്മൾ ഈ ഒരു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു നമ്മൾ എങ്ങനെയായിരുന്നു സിംപ്ലക്സ് മെത്തേഡിൽ ചെയ്തിരുന്നത്, x2 + x3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -s2 ഇല്ലേ, = 10. ഇതായിരുന്നു നമ്മൾ സിംപ്ലക്സ് മെത്തേഡിൽ ചെയ്തിരുന്നത്. പക്ഷേ സിംപ്ലക്സ് മെത്തേഡിൽ നമ്മൾ ചെയ്യുമ്പോൾ ഇവിടെ -s2 മാത്രം, -s2 മീൻസ് സർപ്ലസ് വേരിയബിൾ നമ്മൾ സബ്സ്ട്രാക്ട് ചെയ്യുക. പക്ഷേ അതിൻ്റെ കൂടെ നമ്മൾ എന്ത് യൂസ് ചെയ്യണം, a2. ഇവിടെ നമ്മൾ a1 യൂസ് ചെയ്തു, അപ്പോൾ ഇവിടെ a2 യൂസ് ചെയ്യുക. ഒരു ആർട്ടിഫിഷ്യൽ വേരിയബിൾ നമ്മൾ യൂസ് ചെയ്യണം. ഓക്കെ, സോ it is utilized for the equality constraints and for the greater than or equal inequality constraint. ഗ്രേറ്റർ ദാൻ ഈക്വൽ സിറ്റുവേഷനിൽ വരുമ്പോഴാണ് നമ്മൾ ഈ ആർട്ടിഫിഷ്യൽ വേരിയബിൾ യൂസ് ചെയ്യുന്നത്. ദി കോസ്റ്റ് ഓഫ് ആർട്ടിഫിഷ്യൽ വേരിയബിൾ ഈസ് -m. കോസ്റ്റ് ഓഫ് ആർട്ടിഫിഷ്യൽ വേരിയബിൾ എന്ന് പറയുമ്പോൾ നമ്മൾ z മാക്സിമത്തിൽ ഇപ്പോൾ നമ്മൾ x1 + 3x2 ഇതാണ് നമ്മുടെ z കിട്ടിയെന്ന് വെച്ചാൽ നമുക്ക് ഇനി കൺസ്ട്രെയിൻസിൽ s1 s2 സ്ലാക്ക് വേരിയബിൾ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, 0s1 + 0s2. ഇൻ കേസ് ഇപ്പോൾ നമ്മൾ ആർട്ടിഫിഷ്യൽ വേരിയബിൾ a1 a2 കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ -m(a1) -m(a2), അതായത് കോസ്റ്റ് മീൻസ് ഇറ്റ് ഈസ് ദ ഡെഫിനിഷൻ. കോസ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ കോഎഫിഷ്യൻറ്റ് ഇൻ അവർ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ്റെ കോഎഫിഷ്യൻറ്റിനെയാണ് നമ്മൾ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിൽ എന്താണ് ആർട്ടിഫിഷ്യൽ വേരിയബിൾസിന് -m എന്നുള്ള ഒരു കോഎഫിഷ്യൻറ്റിലാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ this all we already explained. These variables are fictitious and cannot have any physical meaning. Fictitious means സാങ്കല്പികം. Okay, in the equation which has surplus variable, the artificial variable is introduced. നമുക്കറിയാം ഈക്വൽ ടു സർപ്ലസിലും നമ്മൾ ആർട്ടിഫിഷ്യൽ വേരിയബിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. In order to ensure that only the basic feasible solution need to be considered, the non-negative constraint is satisfied by artificial variable. The artificial variable, why we use this artificial variable? In order to ensure that only the basic feasible solution needs to be considered. നമുക്കൊരു ബേസിക് ഫീസിബിൾ സൊല്യൂഷന് കറക്റ്റായിട്ടുള്ള ഒരു ഫീസിബിൾ സൊല്യൂഷൻ, ബേസിക് സൊല്യൂഷന് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ബിക്കോസ് ദ നോൺ നെഗറ്റീവ് കൺസ്ട്രെയിൻസ് ഈസ് സാറ്റിസ്ഫൈഡ് ബൈ ദി ആർട്ടിഫിഷ്യൽ വേരിയബിൾ. നോൺ നെഗറ്റീവ് കൺസ്ട്രെയിൻസ് ഉണ്ടെങ്കിൽ നമ്മൾ x1 x2 എന്നുള്ള അതെന്ത് ചെയ്യണം, x1 x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്നുള്ള കൺസെപ്റ്റ് ആണല്ലേ നോൺ നെഗറ്റീവിൽ വരുന്നത്. അപ്പോൾ അതിൽ നമ്മൾ എന്ത് ചെയ്യും, ആർട്ടിഫിഷ്യൽ വേരിയബിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് കിട്ടിയ ഇത് x1 കൺസ്ട്രെയിൻസ് ജസ്റ്റ് നോക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു കൺസ്ട്രെയിൻസ് ആണെന്ന് വിചാരിക്കുക, x1 + x2 + s1 = 20. ഓക്കെ, ഒരു കൺസ്ട്രെയിൻസ്. നെക്സ്റ്റ് x2 = 20 അല്ലെങ്കിൽ x1 + x2 <= 20. ഇത് ഫസ്റ്റ് കൺസ്ട്രെയിൻസ്. ഇനി നെക്സ്റ്റ് x2 + x3 <= 10. ഇത് നെക്സ്റ്റ് കൺസ്ട്രെയിൻസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ x1 + x2 നമുക്ക് എങ്ങനെ എഴുതാം, നമ്മുടെ സ്റ്റാൻഡേർഡ് ഫോമിൽ. സോ കൺവേർട്ട് ദിസ് ഇൻ ടു അവർ സ്റ്റാൻഡേർഡ് ഫോം.
x1 പ്ലസ് x2 പ്ലസ് s1 ഈക്വൽ ടു 20. സോ ദ ഫസ്റ്റ് നമ്മൾ ഇങ്ങനെ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് ആക്കി. ഓക്കെ, ഇനി സെക്കൻഡ് ഇക്വേഷൻ എന്തായിരിക്കും? x2 പ്ലസ് x3 മൈനസ് ഇല്ലേ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മീൻസ് മൈനസ് സർപ്ലസ് വേരിയബിൾ s2 ഈക്വൽ ടു 10. ഇൻ കേസ് നമുക്ക് ഇനിഷ്യൽ സൊല്യൂഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഇങ്ങനെ ഇനിഷ്യൽ സൊല്യൂഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഇനിഷ്യൽ സൊല്യൂഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം x1 ഈക്വൽ ടു x2 ഈക്വൽ ടു x3. നമ്മൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിൽ ഡിഫൈൻഡ് ആയിട്ടുള്ള എല്ലാ വേരിയബിൾസിനും നമ്മൾ 0 കൊടുത്തു ഇല്ലേ. അങ്ങനെ 0 നമ്മൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താവും? ഫസ്റ്റ് ഇക്വേഷൻ എന്താവും? x1 പ്ലസ് x2 0 ആവും. പിന്നെ s1 ഈക്വൽ ടു 20 വരും. ഇനി നെക്സ്റ്റ് ഇക്വേഷനിലോ x2 പ്ലസ് x3 എന്നുള്ള ഇത് 0 ആകും. ദാറ്റ് ഈസ് മൈനസ് s2 ഈക്വൽ ടു 10 വരും. ദാറ്റ് മീൻസ് എന്താണ്? s2 ഈക്വൽ ടു മൈനസ് 10. ഈ s2 ഈക്വൽ ടു മൈനസ് 10 എന്നുള്ള ഒരു കൺസെപ്റ്റ്, ഒരു നെഗറ്റീവ് കൺസെപ്റ്റ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? വി കനോട്ട് സോൾവ് ദ സിംപ്ലക്സ് മെത്തേഡ്. സോ ദിസ് നെഗറ്റീവ് s2 ഇനിഷ്യൽ ഇൻ സിംപ്ലക്സ് മെത്തേഡ് ദ ഇനിഷ്യൽ ഫീസിബിൾ സൊല്യൂഷൻ ഷുഡ് ബി പോസിറ്റീവ്. അതിനാണ് നമ്മൾ ഫസ്റ്റ് ഇനിഷ്യൽ ഫീസിബിൾ സൊല്യൂഷൻ എന്ന് പറഞ്ഞ് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്, എഴുതണം എന്ന് നെസസറി അല്ല. കാരണം നമുക്ക് ക്വസ്റ്റ്യൻ തരിക സോൾവ് ദ സിംപ്ലക്സ് മെത്തേഡ് എന്നാണ്. സോൾവ് സിംപ്ലക്സ് മെത്തേഡ് എന്ന് ക്വസ്റ്റ്യൻ തരുമ്പോൾ ഇറ്റ്സ് ഷുവർ ഇറ്റ് ഷുഡ് ബി പോസിറ്റീവ്. ഇനിഷ്യൽ ഫീസിബിൾ സൊല്യൂഷൻസ് ആയ s1 s2 s3 എല്ലാം പോസിറ്റീവ് ആയിരിക്കും. ഇൻ കേസ് സോൾവ് LPP എന്ന് മാത്രമാകുമ്പോൾ നമുക്ക് ഇനിഷ്യൽ ഫീസിബിൾ സൊല്യൂഷൻ നമ്മൾ ചെക്ക് ചെയ്യണം. ഇനിഷ്യൽ ഫീസിബിൾ സൊല്യൂഷൻ അതായത് s1 s2 s3 ഇതിൽ ഏതെങ്കിലും ഒന്ന് നെഗറ്റീവ് ആയാൽ പുട്ടിയും ദ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻസ് വേരിയബിൾസ് x1 x2 x3 ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിലുള്ള വേരിയബിൾസിന് 0 പുട്ട് ചെയ്തിട്ട് നമ്മൾ ഈ s1 s2 s3യുടെ വാല്യൂസ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതാണ് ഇനിഷ്യൽ സൊല്യൂഷൻ. ആ ഇനിഷ്യൽ സൊല്യൂഷന് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ എന്തില്ല, നമുക്ക് സിംപ്ലക്സ് മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റില്ല. ഈ ഒരു സിറ്റുവേഷനിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു നമ്മൾ ഈ ഒരു ആർട്ടിഫിഷ്യൽ വേരിയബിൾ ഇൻട്രൊഡ്യൂസ്ഡ് ചെയ്തിട്ടുള്ള മെത്തേഡ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു s2 എന്നുള്ള സർപ്ലസ് വേരിയബിളാണ്. ഇതിൻ്റെ കൂടെ a1 എന്നുള്ള ഒരു ആർട്ടിഫിഷ്യൽ വേരിയബിൾ ആഡ് ചെയ്യാൻ ചെയ്യും. ഇപ്പോൾ s2 മൈനസ് s2 ആണെങ്കിൽ ഇത് മൈനസിൻ്റെ കൂടെ നമ്മൾ സർപ്ലസ് വേരിയബിളിൻ്റെ കൂടെയും ഈക്വലിൻ്റെ കൂടെയും നമ്മൾ ഒരു ആർട്ടിഫിഷ്യൽ വേരിയബിൾ ആഡ് ചെയ്യുന്ന ഒരു എക്സാമ്പിളാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ദിസ് ഈസ് ദ എക്സാമ്പിൾ. നെക്സ്റ്റ് ആണ് നമ്മൾ അപ്പോൾ ആർട്ടിഫിഷ്യൽ. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടല്ലോ വാട്ട് ഈസ് ആർട്ടിഫിഷ്യൽ വേരിയബിൾ എന്താണ് ആൻഡ് വാട്ട് ഈസ് ആർട്ടിഫിഷ്യൽ വേരിയബിൾ ടെക്നിക്ക്. ഓക്കെ, ആർട്ടിഫിഷ്യൽ വേരിയബിൾസ് ടെക്നിക്ക് എന്ന് വെച്ചാൽ LPP ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആണെങ്കിൽ നമുക്കറിയാം LPP എന്താണ്? വിച്ച് ഹാവ് ദ കൺസ്ട്രെയിൻസ് ലെസ് ദാൻ ഈക്വൽ അല്ലേ ഈ ഒരു കേസിലൊക്കെ. പക്ഷേ നമുക്കറിയാം BI എന്നുള്ള കൺസ്ട്രെയിൻസ് നമ്മളെപ്പോഴും എന്തായിരിക്കും? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 കൺസിഡർ. ഈ ഒരു ഇത് മാത്രമാണ് നമ്മൾ ഇതിൽ കൺസിഡർ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കൺസിഡറേഷൻ. ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒരു ബേസിക് ഇൻ കേസ് ഓഫ് ബേസിക്സ് മെട്രിക്സ് കനോട്ട് ഒബ്റ്റെയിൻ ആസ് ഇൻ ഐഡൻറ്റിറ്റി മെട്രിക്സ് ഇൻ ദ സിംപ്ലക്സ് ടേബിൾ. ആ ഒരു സിംപ്ലക്സ് ടേബിളിൽ എല്ലാ കേസിലും നമുക്ക് ഐഡൻറ്റിറ്റി മെട്രിക്സ്, അതായത് നമ്മുടെ s1 s2 s3 നമ്മൾക്ക് കൊടുക്കുമ്പോൾ നമ്മൾ 1 0 അങ്ങനെ ഒരു ഐഡൻറ്റിറ്റി മെട്രിക്സ് ആയിട്ടാണ് അത് എല്ലാ ഇതിലും നമുക്ക് എന്തെല്ലാം പോസിബിൾ ആവുന്നില്ല. ഈ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ആർട്ടിഫിഷ്യൽ വേരിയബിൾ യൂസ് ചെയ്യുക. ഇങ്ങനെ ആർട്ടിഫിഷ്യൽ വേരിയബിൾ യൂസ് ചെയ്തിട്ട് LPP സോൾവ് ചെയ്യുന്ന മെത്തേഡിനെയാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ വേരിയബിൾ ടെക്നിക്ക് എന്ന് പറയുന്നത്. സോ ആർട്ടിഫിഷ്യൽ വേരിയബിൾ ടെക്നിക്ക് ഈസ് ദ മെത്തേഡ് ടു സോൾവ് LPP ബൈ യൂസിങ് ആർട്ടിഫിഷ്യൽ വേരിയബിൾസ്. Okay, so these artificial variables we studied already. It is fictitious, and that means it is cannot have any physical meaning. Okay, just imaginary ആണ് ഇത് fictitious. Okay, fictitious. The artificial variable technique എന്ന് പറഞ്ഞാൽ it is the device to get starting basic feasible solution so that നമുക്ക് ഒരു ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ കിട്ടിയിട്ട് എന്ത് ചെയ്യാം? സിംപ്ലക്സ് പ്രൊസീജിയർ നമുക്ക് ചെയ്യാൻ പറ്റും. അത് ഒപ്റ്റിമൽ സൊല്യൂഷൻ കിട്ടുന്നവരെ നമുക്ക് ഫസ്റ്റ് നമ്മൾ ചെയ്യുന്ന ആർട്ടിഫിഷ്യൽ വേരിയബിൾ ടെക്നിക്കിൽ നമ്മൾ ആർട്ടിഫിഷ്യൽ വേരിയബിൾസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം? ഒരു ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യും.
എന്നിട്ട് നമുക്ക് സിംപ്ലക്സ് പ്രൊസീജിയർ ഏത് മെത്തേഡിലാണോ ചെയ്യുക, സിംപ്ലക്സ് പ്രൊസീജിയർ നമുക്കറിയാം CB XB പിന്നെ വേരിയബിൾസ് ഇതെല്ലാം ഇതേ ടൈപ്പ് തന്നെ സിംപ്ലക്സ് മെത്തേഡ് നമ്മൾ എങ്ങനെയാണോ ഫോളോ ചെയ്ത് സെയിം പ്രൊസീജിയർ തന്നെയാണ് നമ്മൾ ഈ ഒരു ടെക്നിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. കുറച്ച് ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് സിംപ്ലക്സ് മെത്തേഡ് കീ കോളംസ് കിട്ടിയാൽ നമ്മൾ കീ എലമെൻറ്റിന് 1 ആക്കി ബാക്കിയെല്ലാം 0 ആക്കുന്ന ടെക്നിക്കാണ്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല വരുന്നത്. ഇവിടെ നമ്മൾ ഏതാണോ ആർട്ടിഫിഷ്യൽ വേരിയബിളാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും, അത് എടുക്കുമ്പോൾ പറയാം. ഏത് ആർട്ടിഫിഷ്യൽ വേരിയബിളിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോളത്തിനനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു വേരിയബിൾസിന് ഇതിൽ ചേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, പ്രോബ്ലംസിൻ്റെ സമയത്ത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ജസ്റ്റ് അപ്പോൾ ഇത്രയും അറിഞ്ഞാൽ മതി. The artificial variable technique is a device to get the starting basic feasible solution so that simplex procedure may be adopted as usual until optimal solution is obtained. ഫീസിബിൾ സൊല്യൂഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യുക. ആർട്ടിഫിഷ്യൽ വേരിയബിൾസ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫീസിബിൾ സൊല്യൂഷൻസ് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് ദെൻ ഫോളോഡ് ബൈ സിംപ്ലക്സ് മെത്തേഡ് അൺടിൽ ടു ഗെറ്റ് ഒപ്റ്റിമൽ സൊല്യൂഷൻ. നമ്മൾ ആർട്ടിഫിഷ്യൽ വേരിയബിൾ യൂസ് ചെയ്ത് ഫീസിബിൾ സൊല്യൂഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു സിംപ്ലക്സ് പ്രൊസീജിയർ വഴി തന്നെ കണ്ടിന്യൂസ് ചെയ്തിട്ട് നമുക്ക് ലാസ്റ്റ് ഒപ്റ്റിമൽ സൊല്യൂഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഈ ഒരു മെത്തേഡിനെയാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ വേരിയബിൾ ടെക്നിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും മതി. ഓക്കെ, ഈ ഒരു ഡെഫിനിഷനാണ് മെയിനായിട്ട്. അപ്പോൾ മെയിൻലി ആർട്ടിഫിഷ്യൽ വേരിയബിൾസ് ഈസ് യൂസ്ഡ് to get the starting basic feasible solution and after we continued using simplex procedure to get the optimal solution. ഇത്രയാണ് നമ്മൾ ആർട്ടിഫിഷ്യലിൽ ചെയ്യുന്നത്. സോ ടു സോൾവ് സച്ച് LPP there are 2 മെത്തേഡ്. അപ്പോൾ നമ്മൾ സച്ച് LPP മീൻസ് വി ഇൻട്രൊഡ്യൂസ്ഡ് ആർട്ടിഫിഷ്യൽ വേരിയബിൾസ്. നമ്മളൊരു ആർട്ടിഫിഷ്യൽ വേരിയബിൾസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള LPP നമുക്കറിയാം. LPPയിൽ നമ്മൾ സർപ്ലസ് വേരിയബിളും ഇക്വാലിറ്റി വരുമ്പോൾ നമ്മൾ ആർട്ടിഫിഷ്യൽ വേരിയബിൾ എന്ത് ചെയ്യുന്നു, ആഡ് ചെയ്യുന്നു. സോ this type of LPP we can solve by 2 method, the Bingham method or method of penalty. Bingham method, it is another name, method of penalty, and second one the two phase simplex method. ഫസ്റ്റ് സിംപ്ലക്സ് മെത്തേഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇത് സെക്കൻഡ് സെയിം പ്രൊസീജിയർ തന്നെയാണ്, സെക്കൻഡ് 2 phase സിംപ്ലക്സ് മെത്തേഡ്. ഓക്കെ, ഇതൊക്കെ എക്സാംസിന് ചോദിക്കുന്ന മോഡൽ തന്നെയാണ്, ഇതിലെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് the Bingham method only. So the following steps are involved solving an LPP using Bingham method. Bingham method mainly 3 steps ആണുള്ളത്. കാരണം സ്റ്റെപ്സ് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമുക്കറിയാം സിംപ്ലക്സ് പ്രൊസീജിയർ തന്നെയാണ് എന്ത് ഇതിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫസ്റ്റത്തെ ഒരു LPPയിൽ നമ്മൾ സിംപ്ലക്സ് മെത്തേഡിൽ നമ്മൾ സ്ലാക്ക് വേരിയബിൾ സർപ്ലസ് വേരിയബിൾ യൂസ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. ഇവിടെ സ്റ്റെപ്പ് 1 ഇവിടെ ചെയ്യുന്നത് എക്സ്പ്രസ് ദ പ്രോബ്ലം ഇൻ ടു സ്റ്റാൻഡേർഡ് ഫോം യൂസിങ് സ്ലാക്ക് വേരിയബിൾസ് സർപ്ലസ് വേരിയബിൾസ്. സോ ഹിയർ വി യൂസ് which variables we used here in step 1. In step 1 we use express the problem into standard form using slack variable, surplus variable and artificial variable. Okay, then step 2 എന്ന് പറയുമ്പോൾ സ്റ്റാൻഡേർഡ് ഫോമിലാക്കുക. സ്റ്റാൻഡേർഡ് ഫോമിൽ ഇപ്പോൾ നമുക്ക് സർപ്ലസ് ഇത്രയായി നമുക്ക് സ്റ്റാൻഡേർഡ് ഫോമിലാക്കി. പിന്നെ നമ്മൾ ആർട്ടിഫിഷ്യൽ വേരിയബിളും കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ദാറ്റ് ഈസ് എക്സ്പ്ലെയിൻ ഇൻ സ്റ്റെപ്പ് 2. നോൺ നെഗറ്റീവ് ആർട്ടിഫിഷ്യൽ വേരിയബിൾ, അതായത് നെഗറ്റീവ് അല്ല, നമ്മൾ +A1 +A2 എന്നാണ് ആഡ് ചെയ്യുന്നത്. സ്ലാക്ക് വേരിയബിൾ നമ്മൾ പോസിറ്റീവാണ് +S1, പക്ഷേ സർപ്ലസ് വേരിയബിൾസിന് -S1 ആണ് ആഡ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ ആർട്ടിഫിഷ്യൽ വേരിയബിൾ നോൺ നെഗറ്റീവാണ്, അതായത് പോസിറ്റീവ് A1 A2 എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. വേരിയബിൾ ടു ദി ലെഫ്റ്റ് സൈഡ് ഓഫ് ഈച്ച് ഇക്വേഷൻ, എല്ലാ ഇക്വേഷൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഇവിടെയാണ് LHSലാണ് നമ്മളിത് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, കറസ്പോണ്ടിങ് ടു കൺസ്ട്രെയിൻ ലൈക്ക് വിച്ച് കൺസ്ട്രെയിൻസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സിറ്റുവേഷൻ വരുമ്പോഴാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ആർട്ടിഫിഷ്യൽ വേരിയബിൾസ് യൂസ് ചെയ്യുന്നത്. ഹൗവർ അഡീഷൻ ഓഫ് ദിസ് ആർട്ടിഫിഷ്യൽ വേരിയബിൾ കോസസ് ദ വയലേഷൻ ഓഫ് ദി കറസ്പോണ്ടിങ് കൺസ്ട്രെയിൻസ്. ദെയർഫോർ വി വുഡ്
like to get rid of these variables and would not allow them to appear in the final solution. അപ്പോൾ നമ്മൾ ഈ ആർട്ടിഫിഷ്യൽ വേരിയബിൾ നമ്മൾ ജസ്റ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു കൺസ്ട്രെയിൻസിൽ ചില വേരിയേഷൻസ് ഒക്കെ വരുന്നുണ്ട്. പക്ഷേ ആ വേരിയേഷൻസ് വന്നാലും നമുക്ക് ഒരിക്കലും എന്തെങ്കിലും നമ്മൾ ഔട്ട്പുട്ടിൽ ഈ ഒരു ആർട്ടിഫിഷ്യൽ വേരിയബിൾ വരില്ല. അപ്പോൾ നമ്മൾ x1 x2 x3 ആണെങ്കിൽ ഇതിൻ്റെ വാല്യൂസ് മാത്രമേ വരികയുള്ളൂ. ഒരിക്കലും ഈ നമ്മൾ ഈ ഇപ്പോൾ ഇൻ കേസ് ഇപ്പോൾ നമ്മൾ S1 എന്നുള്ള വാല്യൂ വരുന്നുണ്ടല്ലേ, നമ്മൾ സിംപ്ലക്സ് മെത്തേഡ് ചെയ്യുമ്പോൾ S1 ഒക്കെ അതിൽ വരുന്നുണ്ട്. S1 10 എന്നൊക്കെ പറഞ്ഞ് വന്നാലും നമ്മൾ എന്താണ് ചെയ്യുന്നത്, ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിൽ നമുക്കറിയാം x1 x2 x3 വാല്യൂ ഉണ്ടെങ്കിലും 0S1 എന്ന് പറഞ്ഞാണ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിൽ കൊടുക്കുന്നത്, 0S2. അപ്പോൾ ഇവിടെ S1നും S2നും ഒക്കെ വാല്യൂസ് ഉണ്ടെങ്കിലും നമ്മളിവിടെ എന്താണ് 0 ആയത് കാരണം നമുക്കിത് എന്ത് ചെയ്യാൻ പറ്റും, ക്യാൻസൽ ചെയ്യാൻ പറ്റും. ഓക്കെ. പക്ഷേ ഇൻ കേസ് നമ്മൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിൽ സെഡിന് കൊടുക്കുന്നത്, സെഡിൽ നമ്മൾ ആർട്ടിഫിഷ്യൽ വേരിയബിൾസിന് കൊടുത്ത് -m(a1) എന്നൊക്കെ വെച്ചിട്ടാണ്. അത് മാക്സിമൈസേഷൻ ആണെങ്കിൽ -1ഉം മിനിമൈസേഷൻ ആണെങ്കിൽ +m. -m മാക്സിമൈസേഷനിലുള്ള കോയിഫിഷ്യൻ്റാണ്, മിനിമൈസേഷൻ പ്രോബ്ലം ആണെങ്കിൽ +m. പക്ഷേ നമ്മൾ -m കൊടുത്താൽ മതി. കാരണം എന്താ നമ്മൾ ചെയ്യുന്നത്, നമ്മൾ മിനിമൈസേഷൻ പ്രോബ്ലം ഒരിക്കലും ഡയറക്റ്റ് ആയിട്ട് ചെയ്യുന്നില്ല. മിനിമൈസേഷൻ നമ്മൾ എന്ത് ചെയ്യും, മാക്സിമൈസേഷൻ ആക്കും. എന്നിട്ട് മാക്സിമൈസേഷൻ പ്രോബ്ലമാണ് ചെയ്യുന്നത്. അപ്പോൾ ആർട്ടിഫിഷ്യൽ കോയിഫിഷ്യൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് -m ആണ്. ഓക്കെ. ആക്ച്വലി മിനിമൈസേഷനിൽ +m-ഉം മാക്സിമൈസേഷനിൽ -m ആണ്. ബട്ട് ഇൻ മിനിമൈസേഷൻ പ്രോബ്ലം വി കൺസിഡർ ദിസ് മിനിമൈസേഷൻ, ഫസ്റ്റ് വി കൺവേർട്ട് ദിസ് മിനിമൈസേഷൻ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഇൻ ടു മാക്സിമൈസേഷൻ. സോ വി പുട്ട് ദ കോസ്റ്റ് ആസ് -m. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. ഓക്കെ. അപ്പോൾ നമുക്ക് ഈ വേരിയബിൾസിനാണ് നമുക്കിപ്പോൾ S1ഉം S2നൊക്കെ നമുക്ക് ഡിഫറെൻറ്റ് വാല്യൂസ് കിട്ടി. പക്ഷേ ഈ വേരിയബിൾസിനൊക്കെ നമുക്ക് ഫൈനൽ സൊല്യൂഷനിൽ മേ ബി ഇതെല്ലാം വരും. കാരണം വന്നാലും കുഴപ്പമില്ല, കാരണം ഇതിൻ്റെ കോയിഫിഷ്യൻറ്റ് 0 ആണ്. ലാസ്റ്റ് നമുക്ക് ആ ഇക്വേഷനിൽ എന്ത് ചെയ്യില്ല, അഫക്റ്റ് ചെയ്യില്ല. പക്ഷേ ഇവിടെ നമ്മൾ സെഡിൻ്റെ ഇക്വേഷനിൽ -m(a1) അല്ലെങ്കിൽ -m(a2) എന്നൊക്കെ പറഞ്ഞാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ A1-നൊരു വാല്യൂ, ഇപ്പോൾ A1-ന് 10 വരികയാണെങ്കിൽ ഇവിടെ അഫക്റ്റ് ചെയ്യും. -m10 നമ്മൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിൽ വന്നാൽ അതൊരു വലിയ നെഗറ്റീവ് വാല്യൂ ആണ്. കാരണം +m പോസിറ്റീവിന് ഒരു ഹൈ നെഗറ്റീവ് വാല്യൂ ആണ്. -m എന്ന് വെച്ചാൽ ഹൈ നെഗറ്റീവ്, +m ഹൈ പോസിറ്റീവ് വാല്യൂ, -m ഹൈ നെഗറ്റീവ് വാല്യൂ. അപ്പോൾ ഇൻ കേസ് ആർട്ടിഫിഷ്യൽ വേരിയബിൾസ് നമ്മൾ ഔട്ട്പുട്ടിൽ വന്നാൽ അതെന്താവും, ഒബ്ജക്റ്റീവ് ഫംഗ്ഷന് ശരിക്കും അത് ചേഞ്ച് ചെയ്യും. അവിടെ നമുക്ക് ആൻസർ റോങ് ആവും. പക്ഷേ നമ്മൾ ഈ മൈനസ് വെച്ചത് കാരണം ഒരിക്കലും ഈ A1 A2ൻ്റെ വാല്യൂസ് ഒരിക്കലും നമ്മൾ പ്രോബ്ലം ചെയ്ത ഔട്ട്പുട്ടിൽ വരില്ല. ഓക്കെ. അപ്പോൾ ജസ്റ്റ് ഒന്നുമില്ല, ഇത് ഫസ്റ്റ് LPPയിലാക്കുക. പിന്നെ നോൺ നെഗറ്റിവിറ്റി ആർട്ടിഫിഷ്യൽ വേരിയബിൾസ്, പോസിറ്റീവ് ആർട്ടിഫിഷ്യൽ വേരിയബിൾ ഇതിൻ്റെ കൂടെ +A1 +A2 എന്നൊക്കെ നമ്മൾ ഗ്രേറ്റർ ദാൻ ഓർ അത് സർപ്ലസ് വേരിയബിളിൻ്റെ കൂടെയും ഈക്വൽ ടൂടും നമ്മൾ എന്ത് ചെയ്യുക, യൂസ് ചെയ്യുക. ഓക്കെ. പിന്നെ ഇതെന്ന് വെച്ചപ്പോൾ നമ്മൾ പെനാൽറ്റി എന്ന് പറയുന്നത് നമുക്ക് എക്സ്ട്രാ വരുന്നതാണ്. അപ്പോൾ പെനാൽറ്റി അതായത് -m എന്നുള്ളത് നമ്മൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിൽ കൊടുക്കുന്നത്, മാക്സിമൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിലും സെഡ് മിനിമം മാക്സിമൈസേഷൻ മിനിമം ഫംഗ്ഷനിൽ നമ്മൾ +m ആണ് കൊടുക്കൽ. -m(a1) -m(a2) ഇവിടെ കൊടുക്കുമ്പോൾ ഇവിടെ +1(a1) +1(a2) എന്നാണ് കൊടുക്കേണ്ടത്. പക്ഷേ നമുക്ക് -m മാത്രം യൂസ് ചെയ്താൽ മതി, കാരണം നമ്മൾ എല്ലാ പ്രോബ്ലംസും മാക്സിമൈസേഷനിലാണ് ചെയ്യുന്നത്. ഓക്കെ. നെക്സ്റ്റ് എന്ന് വെച്ചാൽ സ്റ്റെപ്പ് 3, സോൾവ് ദ LPP ബൈ സിംപ്ലക്സ് മെത്തേഡ് അൺടിൽ എനി വൺ ഓഫ് 3 കേസസ് മേ ബി അറൈസ്. നമുക്ക് ലാസ്റ്റ് സോൾവ് ചെയ്തിട്ട് 3 കണ്ടീഷനാണ് കിട്ടുന്നത്. ഫസ്റ്റ് എന്ന് വെച്ചാൽ ദർ ഈസ് നോ ആർട്ടിഫിഷ്യൽ വേരിയബിൾസ് അപ്പിയർഡ് ഇൻ ദ ബേസിസിൽ ഫസ്റ്റ് നമ്മൾ ആർട്ടിഫിഷ്യൽ വേരിയബിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യും. പക്ഷെ അത് ചെയ്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഒരിക്കലും നമുക്ക് എന്തെയില്ല, A1 A2 ഫസ്റ്റ് നമ്മളെല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്യും. പക്ഷേ ലാസ്റ്റ് ഒരിക്കലും നമുക്കിത് വരില്ല. ലാസ്റ്റ് ബേസിസിൽ ഒരിക്കലും ഒരു നോ ആർട്ടിഫിഷ്യൽ വേരിയബിൾ അപ്പിയർ ഇൻ ദ ബേസിസ് ആൻഡ് ഒപ്റ്റിമാലിറ്റി കണ്ടീഷൻ ആർ സാറ്റിസ്ഫൈഡ് ഒന്നും വരില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, അപ്പോൾ ഇങ്ങനെ ലാസ്റ്റ് ആൻസറിൽ ഇങ്ങനെ വേരിയബിൾസ് ഒന്നും വന്നിട്ടില്ലെങ്കിൽ നമുക്ക് ഒപ്റ്റിമൽ സൊല്യൂഷൻ ഉണ്ട് എന്ന് പറയാം. പിന്നെ സെക്കൻഡ് കണ്ടീഷൻ അറ്റ്ലീസ്റ്റ് 1 ആർട്ടിഫിഷ്യൽ വേരിയബിൾസ് ബേസിസ്. ഇപ്പോൾ നമുക്ക് വേരിയബിൾ ബേസിസ് വന്നു A1 A2, പക്ഷേ ഇവിടെ CB 0 ആണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. 0 A1 + 0 A2 അങ്ങനെ ആകുമ്പോഴും കുഴപ്പമില്ല, നമുക്ക് എന്തെങ്കിലും സെഡ് ഒബ്ജക്റ്റീവ് മാറില്ല. പക്ഷേ ശരിക്കും അങ്ങനെ വരില്ല, കാരണം ഒബ്ജക്റ്റീവിൽ നമ്മൾ -m കൊടുത്തിട്ടുണ്ട്. എന്നാലും നമുക്ക് എന്ത് പറയാം,
if at least one artificial variable the base is at 0 level, the optimality condition is satisfied, then the current solution is optimal basic solution. എന്നാലും ഒപ്റ്റിമൽ ബേസിക് സൊല്യൂഷൻ തന്നെ നമുക്ക് കിട്ടും ത്രൂ ഡീജനറേറ്റ് സൊല്യൂഷൻ. അപ്പോൾ നമുക്ക് ഡീജനറേഷൻ മെത്തേഡ് വഴിയാണ് നമുക്ക് ആ ഒരു ഒപ്റ്റിമൽ സൊല്യൂഷൻ കിട്ടുന്നത്. അതാണ് നെക്സ്റ്റ് കണ്ടീഷൻ. പക്ഷേ ബിഗ് ബി മെത്തേഡിൽ അധികം നമ്മൾ ഈ ഒരു ഫസ്റ്റ് കണ്ടീഷനാണ് വരിക. കാരണം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ബേസിക്കിൽ ആർട്ടിഫിഷ്യൽ വേരിയബിൾ തരും, A1 A2 എല്ലാം ഉണ്ടാകും. പക്ഷേ ആൻസറിൽ ഒരിക്കലും ഉണ്ടാവില്ല എന്ത് A1 A2 ഒരിക്കലും ആൻസർ വരില്ല. ഓക്കെ, ഈ ഒരു കണ്ടീഷനാണ് വരിക. ഈ കണ്ടീഷൻ വന്ന് ഇപ്പോൾ ഈ കണ്ടീഷൻ വന്നിട്ട് നമുക്ക് CBയിൽ 0 കിട്ടുകയാണെങ്കിലും നമുക്ക് എന്തൊരു ഒപ്റ്റിമൽ സൊല്യൂഷൻ കിട്ടും. ഇനി തേർഡ് കണ്ടീഷൻ പറഞ്ഞിട്ടുള്ളത് ഇഫ് അറ്റ്ലീസ്റ്റ് വൺ ആർട്ടിഫിഷ്യൽ വേരിയബിൾ അപ്പിയർഡ് ഇൻ ദ ബേസിസ് അറ്റ് പോസിറ്റീവ് ലെവൽ. അപ്പോൾ നമുക്ക് ബേസിൽ ഇനി ഏതെങ്കിലും ആർട്ടിഫിഷ്യൽ സൊല്യൂഷൻ വന്നു, ബി എന്നില്ല ആ കോളത്തിൽ ആർട്ടിഫിഷ്യൽ സൊല്യൂഷൻ A1 A2 വന്നു. പക്ഷേ ഇതിൻ്റെ CBയിൽ ഒരു പോസിറ്റീവ് ലെവൽ, അതായത് 2 3 1 0 ഏതെങ്കിലും ഒന്ന് വന്നാലും എന്ത് ചെയ്യുന്നുണ്ട്, ഇറ്റ് ഹാസ് നോ ഫീസിബിൾ സൊല്യൂഷൻ. നമുക്ക് എന്ത് ചെയ്യുന്നത്, ഫീസിബിൾ സൊല്യൂഷൻ ഇല്ല എന്ന് പറയാം. ഓക്കെ, ദ സൊല്യൂഷൻ സാറ്റിസ്ഫൈ ദ കൺസ്ട്രെയിൻസ് ബട്ട് ഡസ് നോട്ട് ഒപ്റ്റിമൈസ് ദ ഒബ്ജക്റ്റീവ്. സൊല്യൂഷൻ നമ്മൾ കൺസ്ട്രെയിൻസിൽ നമുക്ക് ആഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ വാല്യൂ കിട്ടും, പക്ഷേ ഇറ്റ് ഈസ് നോട്ട് ഒപ്റ്റിമൈസ് ദ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിൽ നമ്മൾ കൊടുക്കുന്ന സമയത്ത് അത് കറക്റ്റ് ആവില്ല. ഓക്കെ, സോ ഇതിനെയാണ് നമ്മൾ ഇതിലെന്ന് വെച്ചിട്ട് കണ്ടെയ്ൻസ് വെരി ലാർജ് പെനാൽറ്റി ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് സീഡോ ഒപ്റ്റിമൽ സൊല്യൂഷൻ. ഇതിനെയാണ് സീഡോ ഒപ്റ്റിമൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.